നമസ്കാരം, എല്ലാവർക്കും D3 ഫിഷിംഗ് ടാക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണത്തിന്റെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് 2200 രൂപ റേറ്റ് വരുന്ന 2 കോംബോ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നല്ല അടിപൊളി 2 കോംബോസ് ആണ്. തുടക്കക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കോംബോ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കോംബോയിൽ വരുന്ന റോഡാണ് പ്രൊഫഷണൽ ഫിഷിങ്ങിന്റെ വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്ന 7 ഫീറ്റ് റോഡ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏകദേശം 170 ഗ്രാം ആയിരിക്കും വെയിറ്റ് വരും. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് തുടക്കക്കാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ കാണുന്ന ഒരു റോഡ്. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ്. നല്ല ആക്ഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. ഈ ഒരു റോഡിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന റീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BK4000 എന്ന് പറയുന്ന ഈ കാണുന്ന റീല് നല്ല ഡ്രാഗ് സൗണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഏകദേശം ഒരു 4 kg നമുക്ക് ഡ്രാഗിന് കിട്ടും. അത് തന്നെ നമുക്ക് ധാരാളമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹാൻഡിലൊക്കെ ഈ ഒരു ടൈപ്പ് ഹാൻഡിലാണ് വരുന്നത്. ഒരു 5.2:1 അതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന റീല് ഇതിനകത്ത് നമ്മൾ 100 മീറ്റർ ബ്രൈഡ് ഫില്ല് ചെയ്യും. അതെന്ന് വെച്ചാൽ ഹവാസിൻ്റെ ലോങ് ലൈഫ് എന്ന് പറയുന്ന 4X ബ്രൈഡാണ് നമ്മൾ ഇതിനകത്ത് 100 മീറ്റർ ഫില്ല് ചെയ്യുന്നത്. അത് ഈ കാണുന്ന 4X ബ്രൈഡ് നമ്മൾ ഇതിനകത്ത് 100 മീറ്റർ ഫുള്ള് നിറച്ചിട്ടായിരിക്കും തരുന്നത്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയർ ലീഡർ വേണ്ടുന്നവർക്ക് വയർ ലീഡർ നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൂറോ കാർബണിൻ്റെ ലിറ്റർ ലൈൻ സെറ്റ് വേണ്ടുന്നവർക്ക് ഫ്ലൂറോ കാർബണിൻ്റെ ലിറ്റർ ലൈൻ സെറ്റ് തരും. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് സിവൽ സ്നാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കോമ്പോഡോട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷാഡ് വേണമെന്നുണ്ടെങ്കിൽ ഷാഡ് വിത്ത് ജിഗഡ് നമ്മൾ തരും ഇതിൻ്റെ കൂടെ. അതല്ല നിങ്ങൾക്ക് ഫ്രോഗ് മതിയെന്നുണ്ടെങ്കിൽ ഫ്രോഗും തരും. അപ്പോൾ ഈ കാണുന്ന സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളറുള്ള ഷാഡോ ആ കളറുള്ള ഫ്രോഗോ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ ആയിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കോംബോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പം ഒരുപാട് തുടക്കക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം കൂടുതൽ പേരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് റീലും എല്ലാ പർപ്പസിനും യൂസ് ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ തുടക്കക്കാർ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് തെരണ്ടിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് തെരണ്ടിയും പിടിക്കണം, നമുക്ക് അതുപോലെ തന്നെ വരാലും പിടിക്കണം, അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു റോഡ് റീൽ എന്ന് വെച്ചാൽ ഇത് രണ്ട് കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഫിഷിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ സർഫിൽ കാസ്റ്റ് ചെയ്യുന്നതും നോർമലി നമ്മൾ സ്നേക്ക് ഹെഡിനെയോ അല്ലെങ്കിൽ ചെറിയ ചെമ്പല്ലി ഹമൂർ അങ്ങനെ തുടങ്ങിയ മീനുകളെയൊക്കെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് 2 രീതിയിലുള്ള ഫിഷിംഗ് ആയിട്ടേ നമുക്ക് തന്നെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ തെരണ്ടി പിടിക്കാനാണെങ്കിൽ എപ്പോഴും നമുക്കൊരു 200+ ഒരു 200 മീറ്റർ കുറയാത്ത ലൈൻ നമ്മളുടെ റീലിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 200 അല്ല 300 മീറ്റർ ഉണ്ടായിട്ടും അതും തെരണ്ടി വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഒരു 200 മീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞ 200-250 മീറ്റർ ഏറ്റവും കുറഞ്ഞ നമ്മുടെ റീലിൽ ബ്രൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തെരണ്ടി പിടിക്കാനായിട്ട് ഇറങ്ങാവുള്ളൂ. അതുപോലെ തെരണ്ടി പിടിക്കാൻ യൂസ് ചെയ്യുന്ന ടാക്കിൾസ് നമുക്ക് അതിനൊക്കെയുള്ള അയക്കണം. കാരണം അത്യാവശ്യം കാസ്റ്റിംഗ് വെയിറ്റ് കൂടുതലായിട്ടുള്ള റോഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ റീല് നല്ല കപ്പാസിറ്റി ഉള്ള റീല് എന്ന് വെച്ചാൽ ഒരു 10-250 മീറ്റർ കപ്പാസിറ്റി ഉള്ള റീല് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ബ്രൈഡ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് തെരണ്ടിക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് സ്നേക്ക് ഹെഡ് പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ റോഡിൻ്റെയോ റീലിൻ്റെയോ ഒരു ആവശ്യമില്ല. സ്നേക്ക് ഹെഡിനെ പിടിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് നോർമൽ ഒരു 6 ഫീറ്റ് അല്ലെങ്കിൽ 5 ഫീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് സ്നേക്ക് ഹെഡിന് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്നേക്ക് ഹെഡ് പോലത്തുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാനും ചെമ്പല്ലി അങ്ങനെ തുടങ്ങിയ മീനുകൾ എല്ലാത്തിനെയും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ഫൈബറിൻ്റെ, അതായത് ഇത് ലുക്കാനയുടെ ടൈനി എന്ന് പറയുന്ന ഒരു സോളിഡ് ഫൈബർ റോഡാണ്. നമുക്ക് തുടക്കക്കാർക്കൊക്കെ കണ്ണും കൂട്ടി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഒടിയും എന്ന് നിങ്ങൾ ആരും പേടിക്കേണ്ട. വളരെ വെയിറ്റ് കുറവാണ്. സോളിഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമുക്ക് വളച്ച് കാണിക്കാൻ പറ്റും. ഈ സാധനം ഒരിക്കലും ഒടിഞ്ഞു പോകുന്നത് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് മീനെ നല്ല രീതിയിൽ കളിപ്പിച്ച് തന്നെ നമുക്ക് ലാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റോഡാണ് നമുക്ക് ഈ ലുക്കാനയുടെ ടൈനി എന്ന് പറയുന്നത്. ഒരു 6 ഫീറ്റ് റോഡാണ്. ഈ ഒരു 6 ഫീറ്റ് റോഡും അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ 3 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 കളേഴ്സിൽ നമുക്ക് ഏത് കളറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് പറയുന്ന കളർ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനോട് വരുന്ന റീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കാനയുടെ റെനോ 3000 സീരീസ് ആണ്. ഇത് നല്ല അടിപൊളി ഒരു മെറ്റൽ ഹാൻഡിൽ അതുപോലെ തന്നെ മെറ്റൽ സ്പൂളും വരുന്ന റീലാണ്. ഇതിൽ നമുക്ക് ഹവാസിൻ്റെ ലോങ് ലൈഫ് ബ്രൈഡ് നമുക്ക് 100 മീറ്റർ തന്നെ അതിനകത്ത് സ്പൂൾ ചെയ്യാൻ പറ്റും. മിനിമം ഒരു 5 kg ഡ്രാഗ് ഇതിന് ഉറപ്പായിട്ടും കിട്ടും. ഈ കാണുന്നതാണ് നമ്മുടെ റീല്. ആവശ്യത്തിന് ട്രാക്ക് നോയ്സും കാര്യങ്ങളും എല്ലാം ഇതിന് വരുന്നുണ്ട്. ഈ ഒരു റീലിനെ കുറിച്ച് പറയാൻ നമ്മൾ ഒരുവിധം ഈ റീലിട്ടിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ റെനോ എന്ന് പറയുന്ന റീലിട്ടിട്ട് തന്നെ നല്ല അടിപൊളി ഹാൻഡിൽ നല്ല ഗ്രിപ്പും കാര്യങ്ങളും എല്ലാം കിട്ടും. അങ്ങനെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റീലെന്ന് വേണമെങ്കിൽ പറയാം. ലുക്കാനയുടെ റെനോ 3000 സീരീസ് ഈ ഒരു റീലും അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ലൈൻ
4X ബ്രൈഡ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നത്. ഹവാസിൻ്റെ ലോങ് ലൈഫ് 4X ബ്രൈഡ്. പിന്നെ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് കോമ്പോയിൽ പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഫ്ലൂറോ കാർബൺ വേണ്ടുന്നവർക്ക് ഫ്ലൂറോ കാർബണിൻ്റെ ലിറ്ററിലേക്ക് തരാം, വയർ ലിറ്റർ വേണ്ടുന്നവർക്ക് വയർ ലിറ്റർ നമുക്ക് തരാം. സിവൽ സ്നാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോമ്പോയിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഷാഡ് വിത്ത് ജിഗഡ് മതിയെന്നുണ്ടെങ്കിൽ ഷാഡ് വിത്ത് ജിഗഡ്, അതുപോലെ തന്നെ ഫ്രോഗ് മതി എന്നുള്ളവർക്ക് ഫ്രോഗ്, ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു കോംബോ 2200. ഇന്നത്തെ 2 കോംബോ 2200 വരുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ കോംബോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോ ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ക്രീൻഷോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോംബോ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ, വാട്സാപ്പ് നമ്പർ 80 75 62 35 53, ഈ നമ്പറിൽ നിങ്ങൾ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ നമ്മളെ മെസ്സേജ് ആയിട്ട് തന്നെ തരും. നമുക്ക് കേരളത്തിനകത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് തരാൻ സാധിക്കും. ഹോം ഡെലിവറി അല്ല, നമ്മൾ കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത്. അതുപോലെ നമ്മൾ തെരണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് തെരണ്ടിയുടെ ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. സാധനങ്ങൾ വേണ്ടുന്നവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.